കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് കോൺഗ്രസ്സുകാരെല്ലാം കാര്യമായി വിശ്വസിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കല്ലേ നമ്മൾ പോകുന്നത്. എല്ലാ രീതിയിലും സതീശൻ്റെ, രമേശ് ചെന്നിത്തലയുടെ, കെ മുരളീധരൻ്റെ ഒക്കെ വലിയ ഒത്തിണക്കത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ നേടിയെടുത്ത ആ ഒരു വലിയ ആത്മവിശ്വാസത്തിൽ വിജയ തുടർച്ച തദ്ദേശത്തിലും അതുപോലെ തന്നെ നിയമസഭയിലും ആവർത്തിക്കുമെന്ന് കോൺഗ്രസും അണികളും ഒക്കെ വിശ്വസിക്കുന്ന സമയത്താണ് രവിയണ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വെടിപൊട്ടിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല, കമ്മ്യൂണിസ്റ്റുകാർ അധികാരം തുടരും, ഭരണം തുടരുമെന്ന് പറയുന്ന ആ ഒരു ഫോൺ കോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. തലസ്ഥാന നഗരിയുടെ DCC അധ്യക്ഷൻ്റെ ഉള്ളിലെ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കനം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇങ്ങനെ തദ്ദേശത്തിലേക്ക് അടുക്കാൻ ഇനി മാസങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ, മാസങ്ങൾ മാത്രം കഴിഞ്ഞാൽ നിയമസഭ വരുന്ന ഒരു സമയത്ത് തലസ്ഥാന നഗരിയുടെ, തലസ്ഥാന ജില്ലയുടെ അധിപനായ പാലോട് രവി ഇങ്ങനെ പറയാം, വളരെ കോൺഫിഡൻഷ്യലായ ഒരു സംസാരത്തിൽ എന്തും തുറന്നു പറയാവുന്ന, മനസ്സിലിരിപ്പ് പറയാവുന്ന എല്ലാ ഒരു ഇൻറ്റേണൽ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സംസാര ഫോൺ കോളിലാണ് ഇത് പറയുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തുമാത്രം അബദ്ധത്തിലാണ് കോൺഗ്രസ് ഇങ്ങനെ പുറത്തു വന്ന് ഒരു പുറംമൂടി ഉണ്ടാക്കി, ഒരു പുറം ചട്ടയണിഞ്ഞ് ഇങ്ങനെ ഒരു പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി ഉപതെരഞ്ഞെടുപ്പൊക്കെ ജയിച്ച് ഇനി അങ്ങോട്ട് ജയിച്ച് കയറും ഞങ്ങൾ ഭയങ്കരമായ ഒത്തിണക്കത്തിലാണ് എന്ന് പറയുമ്പോൾ ആ സതീശൻ്റെയും സുധാകരൻ്റെയും മൈക്ക് വിവാദവും DCC ഓഫീസിന് മുന്നിൽ നടന്ന ആ തിക്കുതിരക്കും ഒക്കെ തന്നെയാണ് കോൺഗ്രസ് ഇങ്ങനെ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ 1000 ഗ്രൂപ്പുകൾ പുകയുന്നുണ്ട് എന്ന് ഓരോ കോൺഗ്രസ് നേതാവും വിളിച്ചു പറയുന്നിടത്ത് പാലോട് രവിയുടെ ഫോൺ സംഭാഷണവും കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ 10 വർഷം പ്രതിപക്ഷത്തിരുന്നൊരു പ്രസ്ഥാന, UDFൻ്റെ അമരത്ത് നിന്ന് ഈ മുന്നണിയെ നയിക്കേണ്ട ഒരു പാർട്ടി, ആ പാർട്ടിയിലെ ഒരു DCC അധ്യക്ഷൻ എന്തുമാത്രം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടാവും പാലോട് രവി, എത്രമാത്രം ചർച്ചകളിൽ ഉൾപ്പെടുന്നുണ്ടാവും പാലോട് രവി. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഉൾക്കാമ്പുകൾ അറിയാവുന്ന എത്ര വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്ന ആളുകളുമായി പാലോട് രവി സംവദിക്കുന്നുണ്ടാവും. ആ പാലോട് രവി വിളിച്ചു പറയാ, കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ വിചാരിക്കുക പോലും വേണ്ട എന്ന്. അപ്പോൾ 100% ഉറപ്പല്ലേ ഈ പാർട്ടിയിലെ നേതാക്കന്മാർ പോലും വെറുതെ ഇങ്ങനെ പുറഞ്ചട്ട ഒരു മേലങ്കയൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. അവരുടെ ഉള്ളിൽ ഇനിയും പ്രതിപക്ഷ സ്ഥാനത്താണ് അവരിയ്ക്കുമെന്ന്. ആ ഒരു സീറ്റ് 21 സീറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ ജയിച്ചു കയറി കോൺഗ്രസ് വലിയൊരു സീറ്റുകളൊക്കെ നേടി നിയമസഭയിൽ ഇങ്ങനെ ജയിച്ചു കയറണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ മെക്കാനിസം ഒന്നുമല്ലല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടി വരിക. എല്ലാ നേതാക്കന്മാരും വന്നൊരു മണ്ഡലത്തിൽ പാർക്ക് ചെയ്ത് ഇങ്ങനെ വലിയ പ്രചാരണ കോലാഹലം ഉണ്ടാക്കി ഒന്നും ജയിക്കാൻ പറ്റില്ലല്ലോ നിയമസഭയിൽ. അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം, അവിടെ ഒത്തിണക്കത്തോടെ അടിയൊഴുക്കുകൾ ഉണ്ടാകാതെ വോട്ടുകൾ ഒത്തിണക്കി ഇങ്ങനെ ചേർത്ത് പിടിക്കണം, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ചെയ്യണമെങ്കിൽ 10 വർഷത്തിനിപ്പുറം ഒരു ഭരണത്തിലേക്ക് പോകേണ്ട UDFനെ അമരത്ത് നിന്ന് നയിക്കുന്ന കോൺഗ്രസിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ അധിപനായ പാലോട് രവി പോലും പറയാം നമ്മൾ അധികാരത്തിലെത്തില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് ഇനി ഒരു പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഈ ഒരവസ്ഥ അവസാനിപ്പിക്കുക? 100% ഉറപ്പിച്ച് നമുക്ക് പറയാം, ഈ പാർട്ടി വലിയ പ്രശ്നത്തിൽ തന്നെയാണ്. ദേശീയ തലത്തിൽ വലിയ രീതിയിൽ അനാഥമാക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു പാർട്ടി അതിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും കേരളത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ഗിമിക്സ് കൊണ്ടോ ഈ പൊല്ലാപ്പുകളും ഈ ഒരു ഇങ്ങനെ ഒരു ജഗപുകയൊന്നും ഉണ്ടാക്കിയത് കൊണ്ടൊന്നും വളരെ ശക്തമായ രീതിയിൽ കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന CPM നയിക്കുന്ന LDF മുന്നണിയെ പരാജയപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇനിയും ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയേ പറ്റൂ എന്ന് പറയാതെ വയ്യ.